നമുക്കൊപ്പം ഇപ്പോൾ ഗായകനും അഭിനേതാവുമായ കൃഷ്ണചന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണചന്ദ്രൻ, നമ്മളെ സംബന്ധിച്ച് സങ്കടപ്പെടുത്തുന്ന വിയോഗ വാർത്തയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഓരോ തവണയും പൊരുതി തിരിച്ചു വരുന്ന അദ്ദേഹത്തിന്റെ പുഞ്ചിരിച്ച മുഖം നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത്തവണ ആ തിരിച്ചുവരവ് ഉണ്ടായില്ല എന്നുള്ളൊരു സങ്കടപ്പെടുത്തുന്ന വിവരമാണ്. താങ്കൾക്ക് സ്വാഭാവികമായും വ്യക്തിപരമായ അടുപ്പമുണ്ട്. എങ്ങനെ ഓർമ്മിക്കുന്നു അദ്ദേഹത്തെ, പി ജയചന്ദ്രൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗായകനെ? എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. ഞാനിപ്പോ തൃശ്ശൂരിന്റെ സൈഡിൽ കൂടെയാണ് ഞാനിപ്പോ വന്നിട്ട് ട്രിവാൻഡ്രത്തേക്ക് എത്തിയതേ ഉള്ളൂ. ഞാൻ എന്റെ നാട്ടിൽ പോയി വരുമായിരുന്നു നിലമ്പൂരിന്ന്. ഇത് അറിഞ്ഞില്ലല്ലോ ചേട്ടൻ സുഖമില്ലാതെ കിടക്കാണെന്നുള്ള കാര്യം ഞാൻ തീരെ അറിഞ്ഞില്ല. സുഖമില്ല എന്നറിയാം, പക്ഷെ ഇത്രയും സീരിയസ് ആണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് അതിന്റെ ഒരു വല്ലാത്ത നഷ്ടബോധമാണ് ഇപ്പൊ തോന്നുന്നത്. ചേട്ടനെ പറ്റി ഞാനൊക്കെ എന്ത് പറയാനാ. എന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഈ മത്സരങ്ങൾക്ക് പാടിയിരുന്ന പാട്ടുകൾ മുഴുവൻ ചേട്ടന്റെ പാട്ടുകളായിരുന്നു. സന്ധ്യക്കെന്നൊരു സിന്ദൂരം, ഹർഷബാഷ്പം തൂകി, കരിമുകിൽ കാട്ടിലെ, ഇങ്ങനത്തെ പാട്ടുകളൊക്കെയാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ എല്ലാ മത്സരങ്ങൾക്കും ചേട്ടന്റെ പാട്ടുകളായിരുന്നു. അതിലെത്തി ഞാൻ ഫീൽഡിലെത്തിയതിനു ശേഷവും ചേട്ടനുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. ചേട്ടൻ വീട്ടിൽ വരുമായിരുന്നു. എൻ്റെ ഭാര്യയെ കളിയാക്കിയിട്ടാണ് വിളിക്കുക. അമ്മിയാരില്ലേ എന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കി വെക്കാൻ പറയും, അടദോശ ഉണ്ടാക്കി വെക്കാൻ പറയും, അത് കഴിക്കാൻ വേണ്ടി വരും. അങ്ങനത്തെ ചേട്ടനെയാണ് എനിക്ക് ഓർമ്മയുള്ളത്. ചേട്ടൻ എന്നുള്ള പാട്ടുകാരനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, നാട്ടുകാർക്ക് അറിയാം. ചേട്ടന്റെ സ്റ്റൈൽ ആർക്കും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ആ ചേട്ടൻ നമ്മളെ ആ തലമുറയിലുള്ള പാട്ടുകാരെന്ന് പറഞ്ഞാല് ദാസേട്ടൻ, ജയേട്ടൻ, സുശീലാമ്മ, ജാനകിയമ്മ, കുറെ പേരുടെ ഉണ്ട്. ഞാൻ എല്ലാവരെയും വിട്ടുപോയിട്ടുള്ളതല്ല, എനിക്കിപ്പോ പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ളവരൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഒരു ബലമില്ലാതായി പോവാണ്. ജീവിക്കാനുള്ള ഒരു സന്തോഷം കൂടി ഇല്ലാതായി തീരാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ചോദിച്ചു ബുദ്ധിമുട്ടിക്കുന്നില്ല. എനിക്കറിയാം വളരെ പ്രയാസമേറിയ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്ത ചേട്ടനെ ഞാൻ അറിയിച്ചു എന്നുള്ളതിൽ എനിക്കും ദുഃഖമുണ്ട്. വളരെയധികം നന്ദി ശ്രീ കൃഷ്ണചന്ദ്രൻ സംസാരിച്ചത്.